തോന്നുന്നു. എന്തായാലും പറിച്ചു വീഡിയോ കിട്ടിക്കോട്ടെ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യ, എൻ്റെ അത്രയും പൊക്കമുള്ളൊരു വാഴക്കുലയോടൊപ്പമാണ് ഞാനുള്ളത്. ഈ വാഴത്തോട്ടത്തിൽ എനിക്ക് തോന്നുന്നു കടൽ പോലെ എത്ര ആയിരം വാഴകളിലെ എത്ര ലക്ഷം വാഴകളുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇത് വാഴയല്ല കേട്ടോ, അല്ലാതെ എത്ര വാഴയുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഈ വാഴക്കൊലയും അല്ലെങ്കിൽ വാഴത്തോട്ടവും ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളുടെയൊക്കെ കഥയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബോട മച്ചനെ, ഇത് ഇവിടുത്തെ വാഴത്തോട്ടത്തിന്റെ ഒരു പ്രധാനിയാണ്. വാഴത്തോട്ടത്തിലല്ല, ഇവിടുത്തെ ബയോളജിക്കലല്ലല്ലോ, സുവോളജിക്കൽ ലാബല്ലേ? എന്ത് ലാബ് എന്ന് പറയുന്നത്? അഗ്രികൾച്ചർ ലാബ്. അഗ്രികൾച്ചർ ലാബിലെ എന്തായിട്ട് വർക്ക് നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ, കൾട്ടിവേഷൻ അല്ലേ? കൾട്ടിവേഷൻ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ വിത്ത് 2-3 ഒരു വിത്ത് എത്ര വരെയൊക്കെ ചെയ്യും? 30 ഇത് വെക്കാറല്ലേ? അപ്പൊ തൽക്കാലം ഈ കൊല നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം. കാര്യം ഇത് എടുത്തോണ്ട് പോകാനുള്ള ശേഷിയില്ല. തൽക്കാലം ഇതാണോ ഒറ്റയ്ക്ക് എടുക്കും ബ്രോ? നിങ്ങൾ എടുക്കും? നമ്മളെ കൊണ്ട് വരത്തില്ല അല്ലേ? ആണല്ലേ? നമ്മുടെ നാട്ടിലൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം ഞാൻ 6.5 എൻ്റെ ഹൈറ്റ്. സത്യം, നേരെ ഇത്രയും കൊല നാട്ടിലുണ്ടാവണമെങ്കിൽ അല്ല, വേറെ കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും കൊല ഉണ്ടാവുന്നതിന് പ്രധാന കാരണം ഈ ഒരു മൾട്ടിപ്ലിക്കേഷനിലൂടെ ഒരേപോലത്തെ വിത്തിന്റെ തന്നെ സെയിം ക്വാളിറ്റി ഉള്ള ബ്രാഞ്ചസ് ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ടാ അല്ലേ? ഉണ്ട് ഇവിടെ ജോബേട്ടാ, പാമ്പുണ്ട് കേട്ടോ. വൈകുന്നേരം ആയിരുന്നു കാണിച്ചു കൊടുക്കാറുന്നല്ലേ? ഇതിലും വലുത്, ഇതിലും വലുത് വലിയ പാമ്പുകൾ നടക്കുന്നു. ഓ, ഇത് ഇത്രയും വലിയ കൊലയല്ലേ? എൻ്റെ അമ്മേ, ആണല്ലേ? ഇതൊരു ഫ്രെയിമിനകത്ത് കയറില്ല കേട്ടോ, ക്യാമറയുടെ ഒറ്റ ഫ്രെയിമിനകത്തേ. ഓ, ഇവിടെ എല്ലാ കൊലകളും ഇതുപോലെ മൂടി വയ്ക്കും അല്ലേ? ഇവിടെ എല്ലാം കൊലകൾ കാണുന്നുണ്ട്, അതെല്ലാം മൂടി വെച്ചേക്കാം. ചോദിച്ചേ, നീ എന്തുകൊണ്ട് അഗ്രികൾച്ചറിന് ചാടി പോയിരുന്നേ? എന്തുകൊണ്ട്? അല്ല, ഞാൻ സീരിയസ്ലി ചോദിച്ചാ, തമാശ ചോദിച്ചല്ല. നമുക്ക് പ്രോപ്പർ ഒരു വിസ ഉണ്ട്. നമ്മള് ഇങ്ങോട്ട് വന്നതിന്റെ ആ വിസയുടെ പേരിൽ തന്നെ നമ്മൾ നിൽക്കുക. ചാടിപ്പോയാലും നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയുക, ആരെ പേടിച്ച് ജീവിക്കണം. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. നമ്മളെ ഒരിക്കലും സമാധാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ലോ. നമുക്ക് ആരെങ്കിലും പേടിക്കണം, ഒരു പൈസ ഒക്കെ നാട്ടിലേക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു മരണം ഉണ്ടായിട്ട് അവന് വിസ പോലും വിളിച്ചില്ല, വിസ പോലും അടിച്ചിട്ടില്ലോ. അപ്പം ഇന്ന് ഏജൻസിയുടെ എന്തോ ഗ്യാരണ്ടി പുറത്തെങ്ങാണ്ട് പോയിട്ടുണ്ട് പുള്ളി. നമുക്ക് എത്ര പറ്റുമെന്നുള്ള പോലും നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കിട്ടിയ വിസ നിൽക്കുക. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ സിസ്റ്റം. ഒരു കാട് പോലെ ഇരിക്കും. ഇത് ഓൾമോസ്റ്റ് ഇവിടുത്തെ കൃഷികൾ കഴിഞ്ഞതാണ് കേട്ടോ, വിളവെടുത്ത് കഴിഞ്ഞാണ്. അതിൻ്റെ ബാക്കിയാണിത്. ഇതാണ് നമ്മൾ ഇൻട്രോയിൽ കാണിച്ച കൊല. ഇതിപ്പോൾ 0.5 ഇട്ടാണ് സൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതിൻ്റെ വലിപ്പം എത്രമാത്രം ഉണ്ടെന്ന്. അതായത് 0.5 നിന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രെയിമിനകത്ത് വരത്തില്ല. അത്രയും വലിയൊരു കൊലയാണിത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഈ വാരി വലിച്ചിട്ടേക്കുന്നത് പോലെയാണ് പറമ്പ് കിടക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് വൺസ് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആരും വരത്തില്ല. വെള്ളമൊക്കെ ഡ്രിപ്പ് ഇറിഗേഷനിലാണ്. അത് മാത്രമല്ല, ഇത് പോളി ഹൗസ് രീതിയാണ്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് കൃഷി രീതിയാണ് ഇവിടെ വാഴകൾക്കും ഉപയോഗിക്കുന്നത്. നമുക്ക് പുറത്തിറങ്ങുമ്പോഴത്തേനും ഞാൻ കാണിച്ചത് ഇത് കണ്ടോ. ഇവർ വൺസ് ഇത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരിങ്ങോട്ട് വരുന്നത് എൻ്റെ വിളവെടുപ്പിന് വേണ്ടി മാത്രമാണ്. അതാണ് ഇവിടുത്തെ കൃഷി രീതിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലേതുപോലെയുള്ള ഈ കർഷകരുടെ ആത്മഹത്യയോ കൃഷി നഷ്ടമാകുന്ന സാഹചര്യങ്ങളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇസ്രായേലിൽ ഒരു കർഷകനും അനുഭവിക്കേണ്ടി വരുന്നില്ല. വാഴത്തോട്ടത്തിന് നടുക്കോടുള്ളൊരു വഴി കണ്ടോ. ഈ വഴിയുടെ എൻഡ് നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം തോട്ടം എത്രമാത്രം വലുതാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇത് ആക്ച്വലി ഇതിൻ്റെ മൊത്തം വിളവെടുപ്പ് കഴിഞ്ഞാണ്, ഒരു സീസൺ കഴിഞ്ഞതാണ്. എന്നിട്ട് ബാക്കി നിൽക്കുന്ന കൊലകളാണ് ഇപ്പോൾ ഇത്. പക്ഷെ ഇതും ഇവർ ഉപയോഗിക്കും കേട്ടോ. ഇതൊക്കെ കൊള്ളത്തില്ല, ഇതൊക്കെ ചീത്തയായപ്പോൾ കൊലകളാ ഉണ്ടോ. ഒത്തിരി നല്ല കൊലകളുണ്ട് അതിനകത്ത്. അല്ല, ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെയായിരുന്നോ, ലാബിലായിരുന്നോ അതോ? 7 സ്ഥലം മാറിയിട്ട് വന്നല്ലേ ആണല്ലേ? ഫസ്റ്റ് വന്നപ്പോൾ ഉള്ള ജോബ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കോഴി ഫാമിലൊരു നമ്മൾ മുട്ടുകുത്തി നിന്ന് കോഴിക്ക് വാക്സിൻ എടുക്കുമായിരുന്നു പരിപാടി. ഓ, അതിന് 8 മണിക്കൂർ നിന്ന്
ആണല്ലേ? പിന്നെ അതിന് ശേഷം അവിടുന്ന് നമ്മൾ തക്കാളിത്തോട്ടത്തിൽ പോയി. അത് ഇവിടെ ബീറ്റ് യൂസഫ്, നമ്മുടെ ജോർദാന്റെ ബോർഡർ, അവിടെ നമ്മളെ കൊന്ന് തീരുമാനമാക്കി. പിന്നെ രണ്ടാമത് മറ്റേ ഡ്രെയിനേജ് ക്ലീനിങ്, അത് നമ്മുടെ റോഡിന്റെ സൈഡിൽ കൂടെ ഉള്ള മാൻഹോളിനകത്തൂടെ അറിയും. അവിടുന്ന് പിന്നെ മുന്തിരിത്തോട്ടം, അവിടെ ഒരു 7 മാസം ആണല്ലേ. പിന്നെ ഇങ്ങോട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫാമുണ്ട്, ഇത് കണ്ടോ. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ പോളി ഹൗസ് കൃഷി രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ കണ്ടോ കൊലകൾ, ഈ കൊലകളെല്ലാം മൂടി വെച്ചിരിക്കുകയാണ്. അതായത് വെട്ടിയെടുക്കാൻ വേണ്ടി പാകമായിട്ട് നിൽക്കുന്ന കൊലകളാണ് ഈ കാണുന്നത്. നേരെ ഇപ്പുറത്ത് നമ്മൾ വന്ന ഫാമാണിത്. ഇവിടെ ഈ കൊലകൾ എടുത്തതിന് ശേഷം ബാക്കി നിൽക്കുന്ന വാഴകളാണിത്. ഇതിന് മൊത്തമായിട്ടും തീരുമ്പോഴത്തേനും ഒരു വെട്ടിക്കളയും. പാമ്പുണ്ടാവൂലേ? ഈ ഡെസേർട്ട് പാമ്പുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായില്ല. അതെ, അങ്ങനെയുള്ള പാമ്പിന് ഭയങ്കര ഇത് ഉയരം കൂടുതലായിരിക്കും. ഇവിടെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല അല്ലേ? നമുക്ക് ഇവിടെ ശരിക്കും എന്താ നിങ്ങൾ ചെയ്യുന്നത്? ലാബില് നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്, പൈനാപ്പിള്, വാഴ, കിവി, ആ വിത്തുകളെ വിഘടിപ്പിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അത് നമ്മൾ ഒരെണ്ണത്തിന് 2, 2-ന് 4 അങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന പ്രോഡക്റ്റ് ഒക്കെ എങ്ങോട്ടാ പോകുന്നത് ശരിക്കും? ഓൾമോസ്റ്റ് കൂടുതൽ ഇസ്രായേൽ തന്നെയാണ്, ഇവിടെ തന്നെ ഉപയോഗിക്കുന്നത്. പല രാജ്യങ്ങളിലേക്ക്, പിന്നെ ഇന്ത്യയിലേക്ക്, ഗുജറാത്തിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. ആണല്ലേ? അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് സാധനം. വിത്തിന്റെ സോഴ്സ് അപ്പോൾ ആണ് ഇങ്ങോട്ട് വരുന്നത്. ഡേറ്റ്സ് ഇന്ത്യയിൽ നിന്ന് ഡേറ്റ്സ് വരുന്നത് എപ്പോഴും വന്നോണ്ടിരിക്കും. ഈന്തപ്പഴം ആണല്ലേ? അത് കൾട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ ചേച്ചിമാരെ ചെയ്തോണ്ടിരിക്കുന്നത്. അത് ചെയ്തത് ആണല്ലേ? അത് ചെയ്ത് അതെങ്ങോട്ടാ പോകുന്നത്? ഇപ്പോൾ കയറി പോന്നേ അറിയത്തില്ല അല്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നില്ലേ, ഇത് ഫാമാണ് കേട്ടോ, പശു ഫാമാണ് കാണുന്നത്, ഡയറി ഫാമാണ് ഈ കാണുന്നത്. വീഡിയോ കിട്ടിക്കോട്ടെ. പാക്ക് ചെയ്തോ, ഇങ്ങനെ നമുക്ക് കുറച്ചധികം സാധനം ഇടുന്നു. ഇതുണ്ടാവല്ലോ, എന്താണ് ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കുന്നേ? ഇതെല്ലാം കൊല വെട്ടി കഴിഞ്ഞാലേ ഈ തോട്ടത്തിന്റെ? ആ, അത് കഴിഞ്ഞാൽ എടുക്കുമല്ലേ? അല്ല, ഇതൊക്കെ അപ്പൊ മാർക്കറ്റിൽ പോയി വയ്യാത്ത പോലെയൊക്കെ ഇതൊക്കെ ഇവിടെ തന്നെ നിന്ന് നശിച്ചു പോകുള്ളതേ. നമ്മളൊക്കെ തന്നെ ഇതിന്റെ ഉപഭോക്താക്കളൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. ഈ സ്ഥലമില്ല, ഇത് തിബേരിയാസിന്റെ അടുത്താണ് കേട്ടോ. തിബേരിയാസിന്റെ അടുത്ത് ഇതുപോലെ ഒരുപാട് കിബുട്സുകൾ കാണാം. ഒരുപാട് നല്ല നല്ല കൃഷി സ്ഥലങ്ങളുണ്ട്. ഏത്തവാഴയും കപ്പയും ചേമ്പും ചേനയും എല്ലാം ഉണ്ട്. ചേനയില്ലെന്ന് തോന്നുന്നു, ചേമ്പൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംമാതിരി. തിബേരിയാസ് ശരിക്കും വലിയൊരു ലാൻഡ് ഓഫ് അഗ്രികൾച്ചർ ഏരിയ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ കഫർണ ടൗൺ ഓഫ് ജീസസ്, അതുപോലെ മർദല മറിയത്തിൻ്റെ ചർച്ച്, അങ്ങനെ കുറേ ഹിസ്റ്റോറിക്കലി കുറേ സംഭവങ്ങളുള്ള സ്ഥലം. ഗലീലി ബോട്ടിംഗ് ഒക്കെ ഇവിടെയാണ്. കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ അടങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് തിബേരിയാസ് എന്ന് പറയുന്നത്. ഞങ്ങൾ മോഷണം നടത്താൻ പോവാ. ഇത് മൂത്തില്ല, ഇതായിട്ടില്ല. ചേട്ടാ അവിടെ ഒരു കൊല്ലം ഉണ്ടോ? അയ്യോ, അത് മൂത്തല്ലെന്ന് തോന്നല്ലോ. ആദ്യം വന്ന വീഡിയോ എടുത്തത് ഇവിടെയല്ല, ഇത് മൂത്തില്ലല്ലോ. എവിടെ? അല്ല, ഇതല്ല, ഇത് മൂത്തില്ല, ഇതും മൂത്തില്ല. മൂത്ത കൊല ഒരെണ്ണം പോലും ഇല്ലേ? ഇത് മൂത്ത അല്ലേ? ആ, ഇത് മൂത്ത. അല്ല, ഒത്തിരി മൂത്തില്ല, എന്നാലും അത്യാവശ്യം വെയിലടിച്ച് മഞ്ഞ കളറായതാന്ന് തോന്നുന്നത്. മൂത്തല്ലേ? അടുത്ത് പിടിച്ചടാ ചേട്ടാ, ഇതേ മേടിച്ചേ. ഹൈറ്റ് ഉണ്ട്. ഏതാവട്ടെ, ഇതാണോ? ഇതെല്ലാം എടുക്കണ്ടേ? ഇതിപ്പോ എങ്ങനെ എടുക്കും? ഇങ്ങനെയല്ലേ? അത് മൊത്തത്തിൽ പോയി. പിടിച്ചാ കിട്ടിയില്ലേ?